ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ബ്രദർ മസ്കറ്റിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ പിക്ക് ചെയ്യുമ്പോൾ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഹലോ നക്ഷത്ര, ഷാരോൺ, നമ്മളെവിടെ പോവാ? തിരുവനന്തപുരത്ത് എന്തിന്? ശരി, നമുക്ക് നമ്മുടെ സാരഥി കാണിക്കണ്ടേ? സാരഥി പ്രദീപ്. ഹായ് പ്രദീപ്. അടുത്ത ഹായ് പറ. ഹായ് പറ. ഹായ് ഷാരോൺ പറഞ്ഞ നക്ഷത്ര ഞങ്ങളെ പിന്നെ ഇത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മളെ ഫുഡ് വെച്ചെടുക്കട്ടെ. ശ്യാമനാണ് എന്താ നീ കിട്ടി? അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്താറായി. ഞങ്ങൾ പോയത് പഴയ എയർപോർട്ടിലേക്കാട്ടോ, പുതിയ എയർപോർട്ടിലല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവന് മസ്കറ്റിൽ നിന്ന് അവൻ ഇറങ്ങിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഡൊമസ്റ്റിക്കിലാണ് തിരിച്ചിങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. അതുകൊണ്ട് നമുക്ക് പഴയ എയർപോർട്ടിലാണ് പോവേണ്ടി വന്നത്. അവിടെ ഞങ്ങൾ ചെന്നപ്പം ഓൺ ടൈം ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. ലഗേജ് ലിഫ്റ്റിങ്ങിന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമേ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ. പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. ഞങ്ങൾക്ക് എന്തോ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവനെ കാണുന്നു. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ബ്രദറാണ്, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു വൈബാണ് ഞങ്ങളുടെ ബ്രോ. എന്താണെന്നറിയാം, ഭയങ്കര സന്തോഷം. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ, ഞങ്ങളുടെ ആ എക്സ്പ്രഷനും ഒക്കെ അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ താരം വന്നു. ശ്യാമേ, ഡൊമസ്റ്റിക്കിൽ വന്നതുകൊണ്ട് ലഗേജ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. അവർ എയർപോർട്ടുകാർ പറഞ്ഞത് വെയിറ്റ് കൂടുതലായി, അങ്ങനെ ഫ്ലൈറ്റിൽ ഇവരെ കൂടെ ലഗേജ് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് പിറ്റേന്ന് വീട്ടിൽ കൊറിയറായിട്ട് സാധനം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ നമ്പറൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ കടലിഞ്ഞ് ഫ്രണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ശംഖുമുഖം ബീച്ചിലൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ സുനാമി ബീച്ച് പാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മളെ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ജലകന്യക. എന്താ ഭംഗിയല്ലേ. അപ്പം നോക്കിയിരിക്കാൻ തന്നെ തോന്നിപ്പോവും അല്ലേ. അപ്പോൾ പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ബീച്ചിൽ ആൾക്കാരും ഇല്ലായിരുന്നു കേട്ടോ. ഉച്ച സമയമായിരുന്നു. കൽമണ്ഡപം ഒരുപാട് ഇവരെ ഡാൻസ് ഇവിടെ വെച്ച് പിടിച്ചാലാ. Don't take a bath. മോള് നക്ഷത്രം പ്രദീപ് വിളിച്ചോണ്ടോ? ഹെലികോപ്റ്ററിനടുത്ത് കുളമല്ലേ. ഇതെന്താ രഞ്ജു? ഇത് ആളുടെ കാല്. ഇതാളുടെ തലയും കൈയും അല്ലേ. ആള് കിടക്കുന്നില്ലേ.
ഞങ്ങൾ കഴിക്കാൻ കയറിയത് അൽസാജ് ഹോട്ടലിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എപ്പോൾ പോയാലും ഞങ്ങൾ ഈ ഹോട്ടൽ വിടാറില്ല കേട്ടോ. ഇവിടെ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. ഇവിടെ പോയവർക്കറിയാം ഈ ഹോട്ടലിലെ ടേസ്റ്റും ഫുഡിൻ്റെ മഹാത്മ്യമൊക്കെ. കണ്ട ഭയങ്കര തിരക്ക് കണ്ടില്ലേ, ഇവിടെ ഫുൾ ആളായിരുന്നു കേട്ടോ. ഒരു കല്യാണ സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് അവിടുത്തെ മെനു, പക്ഷേ ഇതൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ ഇത് സദ്യ ഓർഡർ ചെയ്തത്. തൊടുകറിയൊക്കെ നമുക്ക് എക്സ്ട്രാ എത്ര വേണമെങ്കിലും അവർ അഡീഷണൽ ചോദിച്ചാൽ തരുന്നുണ്ടായിരുന്നു. പിന്നെ പായസം, ഇത് 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അടപ്രഥമനും ബ്രഹ്മസല്ലിയും ഉണ്ടായിരുന്നു. അത് നമ്മൾ എത്ര ചോദിച്ചാലും എക്സ്ട്രാ തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു സെർവിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കരിക്കട കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിർത്തി കുറച്ച് കരിക്കൊക്കെ മേടിച്ചു, കഴിച്ചു, ഫ്രഷായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഞങ്ങളുടെ ചാനലും എൻ്റെ ബ്രദറിനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റാ, ബൈ ബൈ.